Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ സിലബസ് അനാലിസിസ് വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നമ്മളിപ്പോൾ മൊഡ്യൂൾ വൈസ് അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഓൾറെഡി ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതും കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. സോ ഇന്ന് പാർട്ട് എയിൽ മൊഡ്യൂൾ നമ്പർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റുകൾ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ സിലബസ്. സോ സിലബസിൽ നമ്മൾ അക്കൗണ്ടൻസി ഏരിയയിൽ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഇനി നമുക്ക് മൊഡ്യൂൾ നമ്പർ 2 കിടക്കേണ്ടത്. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. സോ നമുക്ക് സിലബസ് ആയതിനൊന്ന് കാണാം. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക് കൺസെപ്റ്റ്സ് ആദ്യം, അതിൻ്റെ നേച്ചർ, പാർട്ണർഷിപ്പ് ആക്ട് 1932, LLP, ഡീഡ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ പിന്നെ വരുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, പിന്നെ ഗ്രാജുവൽ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ്. നമുക്ക് ടോട്ടൽ 4 മാർക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് എവിടെയാണ്? +2 +1 ഇതിൻ്റെ ബേസിക് തിയറി പഠിക്കുന്നു. അതിനുശേഷം +2 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടാണ്, ഒറ്റയടിക്ക് ഇതൊന്നും പഠിച്ച് അവസാനിപ്പിക്കാൻ നോക്കരുത്. ടൈം അത്യാവശ്യം വേണ്ടതാണ്. സോ നിങ്ങൾ ബിഗിനിങ് ടൈമിൽ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ആദ്യം പഠിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് പാർട്ണർഷിപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സ്, പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ബേസിക് കാര്യങ്ങൾ, LLPയുടെ കൺസെപ്റ്റ്, ഡീഡ്, ഇത്ര ഏരിയയിലോട്ട് നിങ്ങൾ ആദ്യം ഫോക്കസ് കൊടുക്കുക. ഈ ടോട്ടൽ 4 മാർക്സിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് ഒരു 2 ചോദ്യം, ദെൻ പിന്നെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയയിൽ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എസ്പെഷ്യലി ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ റേഷ്യോ, ഇങ്ങനത്തെ കൺസെപ്റ്റുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. പിന്നെ ഏതെങ്കിലും മറ്റൊരു ട്രീറ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ 4 മാർക്സിൻ്റെ ഒരു അലോക്കേഷൻ കണ്ടിട്ടുള്ള. ബേസിക്സിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ, എസ്പെഷ്യലി നമുക്ക് ഇപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ, പല പ്രൊവിഷൻസ് ഉണ്ട്, ഡീഡില്ലാത്ത സമയത്തുള്ള കാര്യങ്ങൾ, പിയാനുള്ള അപ്രോപ്രിയേഷൻ്റെ പ്രിപ്പറേഷൻ, അതിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഓരോന്നും എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് കൺസെപ്റ്റാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ പ്രോബ്ലംസിലൂടെ കടന്നു പോകണോ എന്നുള്ളത് കുട്ടികൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ പഠിച്ചിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ആയിട്ടുണ്ട്, എന്നാലും നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചില്ലെങ്കിലും പ്രോബ്ലംസിലൂടെ ഒന്ന് കടന്നു പോകണം. അപ്പോഴാണ് നമുക്ക് ആ സ്റ്റെപ്പുകൾ അറിയുള്ളൂ. അപ്പോൾ ചെയ്ത് കുറേ സമയം കളയരുത്. കാരണം MCQs ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ആ ചെയ്ത ഉള്ള കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുക. എങ്ങനെയാണ് സ്റ്റെപ്പുകൾ എന്നൊക്കെ പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. സോ തിയറി ഫസ്റ്റ് ഏരിയ ആദ്യം പഠിക്കുക. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ മാത്രം ബാലൻസ് ഉള്ള ഏരിയ അതിൽ നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഞാൻ പറഞ്ഞു. ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാത്തിൻ്റെയും റേഷ്യോസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ടോട്ടൽ 4 മാർക്ക്, ഫസ്റ്റ് ഏരിയയിൽ 2 മാർക്കും ലാസ്റ്റ് ഏരിയയിൽ 2 മാർക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏത് ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കണം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. +2 മതിയോ? ശരിക്കും +2ൻ്റെ ബുക്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, NCERT ബുക്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഏരിയാസൊക്കെ കവർ ചെയ്യാൻ അത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് അവൈലബിൾ ആണെങ്കിൽ അത് നോക്കാം. ഇപ്പോൾ നമ്മളവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ കറക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇനി ഞാൻ എപ്പോഴും പറയുന്നതാണ്, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു ടോപ്പിക് എടുത്തു, ബേസിക് കൺസെപ്റ്റ് മുതൽ ഡീഡ് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ടോട്ടൽ മൊഡ്യൂളിൽ നിന്ന് വരുന്ന 4 മാർക്സ് എങ്ങനെയൊക്കെയാണ് അലോക്കേറ്റ് ചെയ്ത് വരാം എന്നുള്ളതിൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞു. ബുക്സ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട്. +2 NCERT ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. എസ്പെഷ്യലി പ്രോബ്ലംസ് എന്താ ഡീറ്റെയിൽഡ് ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ആ അഡ്ജസ്റ്റ്മെൻറ്റ്സിലൂടെ പ്രോപ്പറായിട്ട് കടന്നു പോകുക. അതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ. ദെൻ എന്താണ് സ്റ്റഡി പ്ലാനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ടൈമിൽ പഠിക്കുക. 2 ടൈമിൽ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് സ്റ്റേജിൽ ആ ഡീഡ് വരെയുള്ളതും പിന്നെ ടൈം എടുത്തിട്ട് മാത്രം അടുത്ത ഏരിയയിലോട്ട് പോകാനും ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിനെ പറ്റിയിട്ട് ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഓരോ മൊഡ്യൂളിൻ്റെയും പ്രത്യേകതകൾ, ഏത് ബുക്ക് റെഫർ ചെയ്യണം, ടോട്ടൽ സിലബസിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ വൈസ് അനാലിസിസിൻ്റെ വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോ മൊഡ്യൂളും ആ ടോപ്പിക്കിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.